ശ്രീലങ്കൻ സീരീസിൽ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 ലോട്ടറി അടിച്ചു. ഒന്ന് ഒരു അടിപൊളി ബാറ്റ്സ്മാനെയും കിട്ടി, ഒരു ബൗളറേയും കിട്ടി. മൂന്നാമത്തെ പൊസിഷൻ ബാറ്റിങ്ങിൽ ഇത്ര നാൾ ഇങ്ങനെ ഫില്ലാവാണ്ട് നടക്കായിരുന്നു. ഇതിനു മുമ്പ് സായ് സുദർശൻ്റെ ആയിരുന്നു. കുറച്ച് ടെസ്റ്റുകളൊക്കെ പുള്ളി കളിച്ചെങ്കിലും വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ തരക്കേടില്ല, അതായത് സെഞ്ചുറി ഒന്നും അടിക്കാൻ പറ്റില്ല. ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 87, ഒരു 3 50 ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ പരിക്ക് പറ്റിയ കാരണം നേരെ ദേവദത്ത് പഠിക്കലിനൊരു ചാൻസ് കിട്ടി. അത് പഠിക്കൽ മുതലാക്കി. അതാണ് ഈ ശ്രീലങ്കയുടെ ഫസ്റ്റ് ടെസ്റ്റിൽ ആ ഫസ്റ്റ് ഇന്നിങ്സിലെ 167 റൺസ്. ആ കിട്ടിയ റൺസാണ് ആ കളി ജയിപ്പിക്കാൻ കിട്ടിയ മെയിൻ ലീഡ്. എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ 44 അടിച്ചു. ഇനി ആ ഒരു പൊസിഷനിലേക്ക് ഇനി മാറ്റി കൊണ്ടുവരുമോ? ഇനി അടുത്ത ഇന്നിങ്സ് അടുത്ത ടെസ്റ്റിൽ വലിയ കാര്യമായിട്ട് കളിച്ചില്ലെങ്കിലും കുറച്ച് ടെസ്റ്റുകൾ പുള്ളിയെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മുടെ ടീം ഇന്ത്യയുടെ മെയിൻ പ്രശ്നം അതല്ലേ? ഇപ്പോൾ ഒരുത്തനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒരുത്തൻ ഡബിൾ സെഞ്ചുറി അടിച്ചാലും ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചാലും ഒരു കളി ഫോമായാലും മാറ്റി നിർത്തും. അതാണ് ഏറ്റവും വലിയ തലവേദന. പിന്നെ ബൗളറുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്ര നാൾ അശ്വിനായിരുന്നു നമുക്കുണ്ടായൊരു ടെസ്റ്റിലൊരു മുതൽക്കൂട്ട്. അശ്വിൻ റിട്ടയർഡായി പോയതിനു ശേഷം ആ ഒരു പൊസിഷനിലേക്ക് ഒരാൾ വന്നില്ല. അതിപ്പോൾ എന്തായാലും മാനവ് സുധർ തകർത്തു. ജൂണിൽ നടന്ന അഫ്ഗാനിസ്ഥാനെ അഗേൻസ്റ്റ് നടന്ന ടെസ്റ്റിൽ തുടക്കം കുറിച്ച് ആ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ 6 വിക്കറ്റ്, സെക്കൻഡ് ഇന്നിങ്സിൽ 1 വിക്കറ്റ്, അങ്ങനെ 7 വിക്കറ്റ് ആദ്യത്തെ ടെസ്റ്റിലെടുത്തു. ശ്രീലങ്ക ആയിട്ട് നോക്കിയേ 10 വിക്കറ്റ് ടെസ്റ്റ് ഫുള്ള്. ആദ്യത്തെ ഇന്നിങ്സിൽ 4, രണ്ടാമത്തെ ഇന്നിങ്സിൽ 6. പക്ഷേ മാനവ് സുധറിൻ്റെ ഈ ശ്രീലങ്ക ആയിട്ടുള്ള ഈ കളി ശരിക്കും റെക്കോർഡാണ്. ഇതിനു മുമ്പ് ശ്രീലങ്കയ്ക്ക് അഗെയിൻസ്റ്റ് ഹർഭജൻ സിംഗ് 153 റൺസ് കൊടുത്ത് 10 വിക്കറ്റ് എടുത്താണ്. അതിന് പിന്നാലെ അശ്വിൻ 160 റൺസ് കൊടുത്ത് 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ മാനവ് സുധർ ഇന്നലെ 131 റൺസ് കൊടുത്തിട്ടാണ് 10 വിക്കറ്റ് എടുത്തത്. ആ ഒരു റെക്കോർഡോട് കൂടി ഇന്നലെ പിറന്നിട്ടുണ്ട്. ഇനി വരുന്നൊരു കുറച്ച് ടെസ്റ്റുകൾ ബാക്കി ഉള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കണ പോലെ ഇവർക്കൂടി കൊടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. പിന്നെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം തരക്കില്ലാത്ത ബാറ്റ്സ്മാൻമാരാണ്. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ബൗളർമാർ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നിയത് പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം നമ്മുടെ മുഹമ്മദ് ഷാമി വരികയാണെങ്കിലേ സംഭവം പൊളിച്ചു. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു 1-1 ടീമായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതേ സെക്കൻഡ് ടെസ്റ്റ് 23-ാം തീയതി ശ്രീലങ്കയുടെ തുടങ്ങാൻ പോവാണ് കൊളംബോയിൽ വെച്ച്. അതിലെന്താവോ മിക്കവാറും ജയിക്കാണ്ടിരിക്കാൻ വഴിയില്ല. 2-0 ഈ സീരീസ് നമ്മൾ തൂത്തുവാരും. അങ്ങനെ ആവുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു.